കഴിഞ്ഞ ദിവസം താരസംഘടനയായ അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ ഒരു കൗതുകരമായ വീഡിയോ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരുന്നു. ഏറ്റവും കൂടുതൽ വൈറലായ നിമിഷങ്ങളായിരുന്നു അത് ആരാധകർക്കിടയിൽ. പല പ്രേക്ഷകരും ഇത് പങ്കുവച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തുകയും ചെയ്തു. ആ രസകരമായ വീഡിയോയ്ക്ക് പിന്നിലെ കഥ പറഞ്ഞുകൊണ്ട് എത്തുകയാണ് ഇന്നേ ദിവസം. സോഷ്യൽ മീഡിയയുടെ ഹൃദയം കീഴടക്കി നടന്മാരായ മോഹൻലാലും ഇന്ദ്രൻസും പരസ്പരം സ്നേഹചുംബനങ്ങളേകുന്ന കാഴ്ച താരസംഘടനയായ അമ്മയുടെ കൊച്ചിയിൽ നടന്ന ജനറൽ ബോഡി യോഗത്തിൽ ചലച്ചിത്ര പുരസ്കാര ജേതാക്കൾക്ക് ഒരുക്കിയ ആദരവിൽ ഇന്ദ്രൻസിന് ഉപഹാരം സമ്മാനിച്ചതിനു ശേഷം മോഹൻലാൽ ചുംബിച്ചു. പിന്നാലെ ഇന്ദ്രൻസും മോഹൻലാലിന് ചുംബനം നൽകുകയായിരുന്നു. ഞാൻ എല്ലാവർക്കും ഉമ്മ നൽകും, എനിക്ക് ആരും തരാനില്ല എന്ന് മോഹൻലാൽ പറഞ്ഞപ്പോഴായിരുന്നു ഇന്ദ്രൻസിന്റെ സ്നേഹചുംബനം. പുതിയ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട നടൻ സിദ്ദിഖ് സമീപമുണ്ടായിരുന്നു. വേദിയിൽ നിന്നുള്ള ചിത്രങ്ങൾ ചുരുങ്ങിയ നേരം കൊണ്ട് ശ്രദ്ധ നേടുകയും ചെയ്തു. ഇടവേള ബാബുവിന്റെ പിൻഗാമിയായിട്ടാണ് സിദ്ദിഖ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നത്. ജഗദീഷും ജയൻ ചേർത്തലയും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കടുത്ത മത്സരമായിരുന്നു നടന്നത്. കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാൽ എന്നിവരാണ് സിദ്ദിഖിനെതിരെ മത്സരിച്ചത്. ഔദ്യോഗിക പക്ഷത്തിന്റെ പിന്തുണ നേരത്തെ തന്നെ സിദ്ദിഖിനായിരുന്നു. 4 തവണ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്നു കുക്കു പരമേശ്വരൻ. ഉണ്ണി ശിവപാൽ 2018-2021 കാലത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്നു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച മൂന്നാമത്തെ ആളായ മഞ്ജു പിള്ള പരാജയപ്പെട്ടു. കുക്കു പരമേശ്വരൻ, അനൂപ് ചന്ദ്രൻ, ജയൻ ചേർത്തല എന്നിവർ നേരത്തെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പത്രിക നൽകിയെങ്കിലും മോഹൻലാൽ വന്നതോടെ പിന്മാറിയിരുന്നു. ഇതോടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരം ഒഴിവായി. ട്രഷറർ പദവിയിലേക്ക് നടൻ ഉണ്ണി മുകുന്ദൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. കഴിഞ്ഞ ഭരണസമിതിയിൽ കമ്മിറ്റി അംഗമായിരുന്നു നടൻ. സിദ്ദിഖിന്റെ പിൻഗാമിയായിട്ടാണ് ഉണ്ണി മുകുന്ദൻ ട്രഷറർ സ്ഥാനത്തേക്ക് എത്തുന്നത്. അതിനൊപ്പം തന്നെ നടൻ ഇടവേള ബാബുവിന്റെ ആത്മകഥാംശമുള്ള ഇടവേളകളില്ലാതെ പ്രകാശനം ചെയ്യുകയും ചെയ്തു മോഹൻലാൽ. എറണാകുളം ഗോകുലം കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന ചലച്ചിത്ര താരസംഘടനയായ അമ്മയുടെ 30ാം വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ വെച്ചാണ് പ്രകാശനം ചെയ്തിരിക്കുന്നത്. കേന്ദ്ര പെട്രോളിയം മന്ത്രിയും പ്രശസ്ത ചലച്ചിത്ര നടനുമായ ശ്രീ സുരേഷ് ഗോപി പത്മഭൂഷൺ മോഹൻലാലിന് പുസ്തകം നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് മോഹൻലാൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുകയും ചെയ്തു. പ്രിയ സുഹൃത്ത് ഇടവേള ബാബുവിന്റെ ജീവിതം അടയാളപ്പെടുത്തുന്ന ഇടവേളകൾ ഇല്ലാതെ എന്ന പുസ്തകം അമ്മയുടെ പൊതുയോഗത്തിൽ വെച്ച് സുരേഷ് ഗോപിയിൽ നിന്നും സ്വീകരിച്ച് പ്രകാശനം ചെയ്തു. ക്യാൻ ചാനലിന്റെ ചീഫ് എഡിറ്റർ കെ സുരേഷ് എഴുതിയ ഈ പുസ്തകത്തിന്റെ പ്രസാധകർ ലിബി പബ്ലിക്കേഷനാണ്. ഈ കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയതും. ഇതേ വേദിയിലായിരുന്നു മോഹൻലാൽ സുരേഷ് ഗോപിയെ ആദരിച്ചതും.